പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ നമ്പർ 1 നേതാവായി മാറുകയാണ്. അന്താരാഷ്ട്ര ഏജൻസിയായ മോർണിംഗ് കൺസൾട്ടിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ ലീഡർ റേറ്റിംഗിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ മോദി ഏറ്റവും ജനപ്രീതിയുള്ളതും വിശ്വസ്തതും ആയ നേതാവാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 75% പേരും പ്രധാനമന്ത്രിയെ ലോക നേതാവായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയുടെ ലീ ജെയ് അതുപോലെ 59% നേരിട്ടു. അർജന്റീനയുടെ ജാവിയർ മിലി 57%, കാനഡയുടെ മാർക്ക് കാർണിയാകട്ടെ 56% തുടങ്ങിയ നേതാക്കൾ മോദിക്ക് പിന്നിലായി തന്നെ പട്ടികയിൽ അണിനിരന്നിട്ടുണ്ട്. നൊബേൽ സമ്മാനം പ്രതീക്ഷിച്ചിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ 44%വുമായി 8ാം സ്ഥാനത്താണുള്ളത്. എന്നാൽ ട്രംപിനെ പോലും പിന്തള്ളിക്കൊണ്ടാണിപ്പോൾ നരേന്ദ്രമോദി ലോക നേതാക്കളുടെ സ്ഥാനത്തിൽ ഒന്നാമനായി എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വേദിയിൽ ലഭിക്കുന്ന സ്വീകാര്യതയും ജനപിന്തുണയുമാണ് ഈ റേറ്റിംഗിന്റെ അടിസ്ഥാനം. 2021 സെപ്റ്റംബറിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. മോർണിംഗ് കൺസൾട്ട് 24 രാജ്യങ്ങളുടെ ആളുകൾക്കിടയിൽ തന്നെ സർവേ നടത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നേട്ടങ്ങളും മികച്ച ഭരണവുമാണ് അദ്ദേഹത്തിന് ഇത്രയധികം ജനപ്രീതി നേടിയെടുക്കാനുള്ള കാര്യമെന്നും അല്ലെങ്കിൽ അതിന്റെ കാരണമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങളെ ആധാരമാക്കിക്കൊണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ആഗോള പ്രതിച്ഛായ തന്നെ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. 2020 മുതൽ വിവിധ വർഷങ്ങളിൽ മോർണിംഗ് കൺസൾട്ടിന്റെ ഇതേ അംഗീകാരം കിട്ടിയിട്ടുള്ള നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, രാജ്യമെടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം എന്നിവയെല്ലാം തന്നെ ഒരു നേതാവിന്റെ ജനസമ്മതിയെ സ്വാധീനിക്കും എന്നതാണ് മോർണിംഗ് കൺസൾട്ട് പറയുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 75% പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചപ്പോൾ 7% പേർ മാത്രമായിരുന്നു ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ വന്നത്. 18 പേർ മാത്രം മോദിയെ എതിർക്കുന്നുണ്ട്. 2025 ജൂലൈ 4 മുതൽ 10 തീയതികളിൽ ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റേറ്റിംഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 4000-ലധികം ദിവസം പൂർത്തിയാക്കി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതായത് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം ഇതിനകം തന്നെ മറികടന്നു കഴിഞ്ഞു. 1947 ശേഷം ജനിച്ച ആദ്യ പ്രധാനമന്ത്രിയും ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന 2ാമത്തെ വ്യക്തിയായി മാറുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് അദ്ദേഹം തകർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലെത്തിയ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ളത് കൂടാതെ തന്നെ നിരവധി റെക്കോർഡുകളും മോദിക്ക് സ്വന്തമായി തന്നെയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് മാത്രമായി സ്വന്തമാണ്. കേന്ദ്രത്തിൽ 2 പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ഒരേ ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 1966-നും 1977-നും ഇടയിൽ തുടർച്ചയായി തന്നെ 4077 ദിവസം അദ്ദേഹം പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിരിക്കുന്നത്. 2025 ജൂലൈ 26-ന് നരേന്ദ്രമോദി ഇത് മറികടക്കുകയും ചെയ്തു. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ 2 തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവ് കൂടിയാണ് മോദി. 1971-ൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായ പൊതു തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. തുടർച്ചയായ 3 ലോക്സഭാ വിജയങ്ങളിലേക്ക്, അതായത് 2014, 2019, 2024 ഈ വർഷങ്ങളിലെല്ലാം തന്നെ തൻ്റെ പാർട്ടിയെ നയിച്ച ഏക പ്രധാനമന്ത്രി എന്ന സവിശേഷത കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.